ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അങ്ങനെ നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഇന്നിതാ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിക്കാണ്. കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തപ്പിപ്പഴൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഫെല്ലമോളും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് ബ്രഷൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ മുമ്പാരത്ത് പോയിട്ടൊരു നൃത്തം, അതെനിക്ക് പതിവാണ് കേട്ടോ. അന്നത്തെ ദിവസം ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പണികളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി ലേറ്റ് ആയത് എണീക്കാൻ. രാവിലെ എണീറ്റ പാടെ തന്നെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക പോസിറ്റീവ് തരുന്ന പോലെ തോന്നും. അയ്യോ, ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ല, ബിക്കോസ് സോ മെനി കോക്കനട്ട്. അയ്യോ, ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാലെടുത്ത് വെക്കണം കേട്ടോ. നേരത്തെ പാലെടുത്ത് വെക്കണം കേട്ടോ. നേരത്തെ ഒന്നും ആയില്ലെങ്കിലും പാലെടുത്ത് വെക്കാല്ലേ. പാല് വന്നിട്ടുണ്ട്. ഉമ്മക്ക് എന്തായാലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക. കാരണം അത്രയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാലെടുക്കുക. അങ്ങനെ പാലൊക്കെ എടുത്ത് വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും, കുറച്ചൊക്കെ വയറ് ഫില്ലാവും ചെയ്യും. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ഹെവിയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മാഗി വിത്ത് കട്ടൻ, അതാണ് കേട്ടോ എനിക്കിഷ്ടം. ചായ വേണ്ടാത്തവർക്ക് ഞാൻ ബൂസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആ ക്ലിപ്പിങ്സ് ഇതിൽ കാണാനില്ല കേട്ടോ. എൻ്റെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാഗി ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാഗി. കാരണം ഇത് ഒന്നുമില്ലാണ്ട് മസാലകളൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും എളുപ്പപ്പണിയായി, എന്നാലോ ടേസ്റ്റും ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് എപ്പോഴും എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. അയ്യോ, ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഫെല്ലമോൾക്ക് എന്താ പണിയെന്നറിയോ? ഈ കബോർഡിലത്തെ കത്രികയും കത്തിയും സ്പൂണും എല്ലാം എടുത്തിട്ട് പരത്തിയിടും. ഹായ്, അല്ല പോലീസ് വരും കേട്ടോ. അങ്ങനെ ചെയ്താൽ പോലീസ് വരും. ബാഗ് എടുത്ത് വെച്ചോ. ആ, വേഗം. ഹൗ, പോലീസ് ചമ്മി പോയി ഇപ്പോ. അതിൽ വെള്ളമില്ലല്ലോ. അങ്ങനെ ഫെല്ലമോളായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് നമ്മളെ മാഗിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതിനെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനിങ് എനിക്ക് അപ്പം ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇനി വരേണ്ട സ്ഥലമാണല്ലോ. ഞാൻ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്ന പണിയാണ് കേട്ടോ ഈ ക്ലീനിങ്ങും അതുപോലെ ഈ അടിച്ചു വാരൽ, തുടക്കൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓർഗനൈസ് ചെയ്യൽ, മെയിൻ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലീനിങ് പോലെ തന്നെ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമുള്ള പണിയാണ് ഈ പാത്രം കഴുകൽ. പാത്രം കഴുകി കഴിഞ്ഞാൽ എന്തോ ഒന്ന് വലിയത് നേടി എന്നുള്ള പോലത്തെ എനിക്ക് തോന്നും കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പണി എന്നുണ്ടെങ്കിൽ അത് പാത്രം കഴുകലാണ് കേട്ടോ. കുറച്ചധികം പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചതാണല്ലോ, അപ്പം നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫെലമോളും കൂടിയിട്ട് അടുത്ത് മന്തി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. റീന് കുറേ ആയി പറയുന്ന മന്തി ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോൾ ഇക്ക എണീറ്റ് വന്നിട്ട് 3 എഗ്ഗ് പുഴുങ്ങാൻ പറഞ്ഞപ്പോൾ ഞാനത് പുഴുങ്ങാനിടാമെന്ന് വിചാരിച്ചു. വിചാരിക്കും പെട്ടെന്ന് തന്നെ പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തരുണ്ടല്ലോ. വേറെ ആരുമല്ല, എൻ്റെ ഇക്കാക്കയാണ് കേട്ടോ. ഈ
മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ എന്തിനാ അതിൽ ഉപ്പിടണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞായോ. ഫെല്ലമോൾക്ക് പിന്നെ പാല് വേണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരടുപ്പിൽ പാലും വെക്കുന്നുണ്ടേ. ഗൈസ്, ഇതിലാര് ഫസ്റ്റ് ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതിൽ പാല്, മുട്ട, മാഗി. നമ്മളെ എഗ്ഗ് ഏകദേശം തീരുമാനമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് മാഗിക്കാണ് ഗായ്സ്, കാരണം മാഗി ആയി കഴിഞ്ഞു. ഇനി ഇവർ രണ്ടാളുള്ള കോമ്പറ്റീഷനാണ്, അതിൽ ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം. അങ്ങനെ പാലിനെ വെല്ലുവിളിച്ച് തിരിഞ്ഞതാ, പാല് പോയി. ഗായ്സ്, പാല് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തിളച്ച് മറിഞ്ഞു ഗായ്സ്. എനിക്ക് പണിയായില്ലേ. എൻ്റെ റീനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴുകണ കണ്ട വേഗം കഴിച്ചിട്ട് പാത്രം കൊടുന്ന് നിൽക്കും. അവളെ പാത്രം കഴുകലിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനത്തെ ഒരു മടിച്ച് കോതയാണ് എൻ്റെ റീനു. നമുക്ക് നമ്മുടെ മാഗിനെ സെർവ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഓന് ഇത്രേ കഴിക്കുള്ളൂ, അതൊന്നല്ല. നമ്മൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ ഇത്ര മതി. പിന്നെ 3 മുട്ടയുണ്ടല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് മാഗി ഇല്ലാണ്ടല്ല. പിന്നെ അവനക്കുണ്ടല്ലോ ഈ എഗ്ഗ് പ്ലെയിൻ ആയിട്ട് കഴിക്കണേക്കാളും ഒന്നും കൂടിയും ഇഷ്ടം ഇങ്ങനെ കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഒന്നുകൂടി കാണാൻ സ്റ്റൈലും അതാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനൊക്കെ. ഗായ്സ്, ഈ പാല് പോയതിനെ ക്ലീൻ ആക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെയും കുറച്ച് പോയിട്ടുണ്ട്. ഈ പാല് തിളച്ച് മറിഞ്ഞത് ക്ലീൻ ആക്കാൻ ഒരു ചെറിയൊരു മടിയുള്ള കാര്യം തന്നെയാണല്ലേ. എന്നാൽ ആ ഒരു മടി എനിക്കുണ്ട് കേട്ടോ. പാല് മറിഞ്ഞതും അതുപോലെ ചോറിൻ്റെ ഒക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിലൊക്കെ വൃത്തിയാക്കാൻ ഒരു മടിയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ മടി വരുമ്പോൾ ഞാൻ ആലോചിക്കുക അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു രസമല്ല വെച്ചിട്ടാണ് കേട്ടോ. അപ്പം മടി അങ്ങോട്ട് പോകും. നിങ്ങൾ വിചാരിക്കും പിന്നെ ഇവൾക്ക് എന്താ ഇഷ്ടമില്ലാത്തത്. ഇതാ ഈ ഒരു പണിയാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് കേട്ടോ. ഈ തിരുമ്പലും തിരുമ്പിയത് ഉണക്കലും തിരുമ്പിയിട്ട് അത് ആറിടലും മടക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പണി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഫെല്ലമോൾക്ക് ഭയങ്കര വിഷമമായിട്ട് ആൾ എനിക്ക് അടിച്ചൊരി തരാണ് കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ അടിച്ചു തരാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് പോയപ്പോൾ മൂപ്പരാളത് മേടിച്ചിട്ട് എനിക്ക് അടിച്ചു കോരി തരികയാണേ. ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇപ്പം തന്നെ ഉള്ളത് നന്നായി തന്നെ ഞാൻ പറയും. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ മസാല ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ഇതാ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒന്നും കൂടി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീൻ അത് നിർബന്ധമല്ലോ. ഉമ്മ എപ്പോഴും പറയണ കാര്യമാണ് കേട്ടോ. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സീറ്റും ഒക്കെ നന്നായിട്ട് തുടക്കണം, അല്ലെങ്കിൽ അവിടെയൊക്കെ മെഴുക്കിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കാനാണ് കേട്ടോ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ മന്തിയും റെഡി ആയിട്ടാണ്. മന്തി ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ഞങ്ങളിലൊക്കെ ഹെൽപ്പ് കൊണ്ട് ഉണ്ടാക്കിയത് എൻ്റെ അക്കാക്കിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി മന്തിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് റൈസ് കുറച്ച് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. പക്ഷെ രാത്രിയൊക്കെ ആയപ്പോൾ നമുക്ക് അത്ര വിശപ്പില്ലാണ്ടായപ്പോൾ നമ്മൾ ഉള്ളത് ഫുൾ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കഴിച്ചിട്ട് പോകാം. ഇതിന് സൈഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് മയണീസും ചട്നിയാണ് കേട്ടോ. ചട്നി ഉണ്ടാക്കാൻ്റെ സ്പെഷ്യൽ ചട്നി തന്നെയായിരുന്നു കേട്ടോ. അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂട്ടി കഴിക്കാനും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ അവൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കണ്ടിട്ട് മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ഒരു മധുരം അതെനിക്ക് നിർബന്ധം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം കണ്ടപ്പോൾ അതും കഴിച്ച് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടാ. അങ്ങനെ നമ്മൾ നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഒരു പൂതി വരും, അപ്പം മാത്രം കേട്ടോ ഞാൻ ചായ കുടിക്കലുള്ളൂ. റിനു പിന്നെ ചായൻ്റെ ആളേ അല്ല.
ഇക്ക പിന്നെ വൈകുന്നേരം പുറത്തുനിന്നേ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ എനിക്കൊരു ചായ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി നല്ല ബിസ്ക്കറ്റും കടലയും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന്. പിന്നെ രാത്രിയായപ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ടാണ്, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഓക്കെ, ബൈ.